മഴ തോരും മുൻപയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി കേക്കൽ തന്നെ താഴത്ത് നിന്ന് ഇങ്ങനെ കുറ്റം പറയുന്നു. മാമച്ചായൻ്റെ അനിയനും ഭാര്യയും മോനൊന്നും മിണ്ടുന്നില്ല. ഇങ്ങനെ പറയുന്നുണ്ട്, അവളെ സ്വർണ്ണം പണമൊക്കെ എടുത്തു പോയാൽ നിങ്ങൾ എവിടെ പോയി അവളെ തപ്പും? അവൾക്ക് അഡ്രസ്സ് ഉണ്ടോ, വീടുണ്ടോ, കുടുംബക്കാരുണ്ടോ എന്നിങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗ്രേസ് അമ്മ പറയുന്നുണ്ട്, ശരി ഞങ്ങളിനി ശ്രദ്ധിച്ചോളാം, നീ പറഞ്ഞത് നന്നായി എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി അത് കേട്ട് അകത്തേക്ക് സങ്കടത്തോടെ കയറിപ്പോവും. അതിനുശേഷം പുറത്ത് കണ്ട് പറയും, ചായനൊന്നും പറഞ്ഞില്ലല്ലോ, റോണി വന്ന് നിൽക്കണ കാര്യം മോളും പറയും. എടാ അത് പിന്നെ ഞങ്ങളിവിടെ നല്ല സ്വസ്ഥതയോടുകൂടിയാണ് ജീവിക്കുന്നത്, പിന്നെ അത് കളയണോ എന്നൊക്കെ ചോദിക്കും. അവർ വേറെ ശല്യമൊന്നും ഉണ്ടാക്കില്ലല്ലോ, രണ്ടുപേരും ഇവിടെ നിന്ന് താമസിച്ച് പഠിക്കട്ടേന്നേ, എന്തായാലും ഇത് എൻ്റെ ഏട്ടൻ്റെ വീടല്ലേ എന്ന് പറയും. നിൻ്റെ ഏട്ടൻ്റെ വീടാണ്, അല്ലാണ്ട് തറവാടൊന്നും അല്ലാട്ടാന്ന് മാമച്ചായനൊന്ന് കുത്തി പറയുന്നുണ്ട്. കുറച്ച് കളയുമ്പോൾ നിങ്ങൾ അവകാശം വേണമെന്ന് പറയുമോ എന്ന് പറയും. ഈ മാമച്ചായൻ്റെ ഒരു തമാശ എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് അവർക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അത് പുറത്ത് കാണിക്കില്ല. എന്നിട്ട് പറയും, ഇവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ, ഭക്ഷണം മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ, അതിന് ഇവിടെ വേലക്കാരില്ലേ, അവൾ വെച്ച് വെക്കണേ കൂട്ടത്തിൽ കൂടെ ഇവർക്കും കൂടെ ഒരുക്കട്ടെ എന്ന് പറയും. അതിന് അവളെ നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ, അവളെ ഞാൻ പറഞ്ഞയക്കാൻ പോകണമെന്ന് പറയും. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് പേടിയായിട്ട് പാടില്ല, അതുകൊണ്ട് അവളെ പറഞ്ഞയക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ പറഞ്ഞയക്കൊന്നും വേണ്ട, എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയും. ഏയ് അതിനി ശരിയാവില്ല എന്ന് പറയും. അപ്പോൾ പിള്ളേരെ കാര്യം എന്ത് പറയണേന്ന് പറയും. വരട്ടെ ഞാൻ ആലോചിക്കാമെന്ന് പറയും. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ഒരു കാര്യമുണ്ട്, ഒരു അക്ഷരം മിണ്ടാണ്ട് ഇവിടെ നിൽക്കണം, കാരണം ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ആവശ്യം ഒന്ന് ആലോചിച്ചിട്ട് എല്ലാം സഹിച്ചുകൂടെ നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ, ആ വരട്ടെ കുറച്ചും കൂടെ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും കാറിൽ കയറും. അങ്ങനെ അവർ തിരിച്ചു പോകും. അങ്ങനെ ഗ്രേസാമ്മ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്, കൂടെ മാമച്ചാനും. പിന്നെ കാണിക്കുന്നത് മനുവിൻ്റെ വീടിന് അനന്യ സ്കൂട്ടറിൽ വരുന്നു. മനുവിൻ്റെ വീട്ടിലേക്ക് അമ്മ വന്ന് വാതിൽ തുറക്കുമ്പോൾ അനന്യനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമാവുണ്ട്. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച്, മോളെ നീ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ ക്ഷീണിച്ചെന്നുള്ള അമ്മ പറഞ്ഞതെന്ന് പറയും. അതൊന്നുമില്ല, അതെല്ലാ അമ്മമാർക്കും മക്കൾ ഒന്നും കൂടെ നന്നാവണം എന്നാണ് ആഗ്രഹം, നീ അകത്തേക്ക് വായോ എന്ന് പറയും. ആ സമയത്ത് മനു വരുന്നുണ്ട്. ഞാൻ നീ വരുന്നത് കണ്ട് എങ്ങനെ ടെറസിൻ്റെ മുകളിൽ നിന്ന് കണ്ടാണ് ഇറങ്ങി വന്നതെന്ന് അറിയും. വന്നിട്ട് എത്ര നേരമായി, അവിടെ നിന്ന് എത്ര മണിക്കൂർ പുറപ്പെട്ടെന്നൊക്കെ ചോദിച്ചു. 1 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞ്, ഞാനേ വന്നതേ നിന്നെയും കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോകാനെന്ന് പറയും. അപ്പോൾ അമ്മ അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്നാൽ ശരി പോകാമെന്ന് പറയും. നീ വേറെ റെഡി ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോകാൻ തീരുമാനിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് രോഹിത്തിനെ ഹരിശങ്കർ വീഡിയോ കോളിൽ വിളിച്ചിട്ട് കാണിക്കുന്നത്, ഒരു ക്യാപ്സൂൾ എടുത്തിട്ട് ആ ക്യാപ്സൂളിലെ മരുന്ന് കളഞ്ഞിട്ട് ഈ മയക്കുമരുന്ന് ആ ക്യാപ്സൂളിലാക്കിയിട്ട് അടച്ച്, ഇതാണ് ഇതിൽ 2 ഔൺസ് പോലും 2 കവള് വായിൽ ചെന്നാൽ മതി വെള്ളം, അങ്ങനെ തളർന്ന് താമരത്തണ്ടെന്നൊക്കെ കേട്ടിട്ടില്ലേ, അങ്ങനെയാവും. ബോധം നന്നായി ഉണ്ടാവും, പക്ഷെ വായ തുറക്കാൻ പറ്റില്ല, നാവൊക്കെ കുഴഞ്ഞ് അതുപോലെ നമുക്ക് എന്ന് പറയും. അപ്പോൾ രോഹിത് വേഗം ഫോൺ കട്ട് ചെയ്യും. എന്നിട്ട് വോയിസ് മെസ്സേജ് അയക്കും. എടാ അവൾ 10 മണിക്കൂറൊക്കെ കൂടെ കിടന്ന് ഉറങ്ങിയാലോ എന്ന് ചോദിക്കും. അത് ഞാൻ നോക്കിക്കൊണ്ട് കൂടുതൽ ഡോസ് ഇല്ലാണ്ട് റെഡിയാക്കാമെന്ന് പറയും. എന്തെങ്കിലും ചെയ്യ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് എങ്ങനെയെങ്കിലും പകരം അവളോട് വീട്ടിയാൽ മതി എന്ന് പറയും. അതെ, പക വീട്ടാനുള്ളതാണെന്ന് പറഞ്ഞ് അങ്ങനെ ഏട്ടനും അനിയനും സെറ്റാക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജയന്തി നേരെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ബാഗൊക്കെ ആയിട്ട് വരുന്നു. അപ്പോൾ മനുവിൻ്റെ കാറ് വരുന്നുണ്ട്. മനുവിനെ കണ്ടപ്പോൾ വലിയ സന്തോഷമാവുണ്ട്. മനുവിൻ്റെ കയ്യിലൊരു കവറൊക്കെ ഉണ്ട്. നീ എന്താ ഇപ്പോൾ പോകണില്ലെന്ന് ചോദിക്കും. ഹോംവർക്ക് എന്ന് പറയും. എന്നിട്ട് ഹോമിലിരുന്ന് ചെയ്യാണ്ട് നീ ഇങ്ങനെ കറങ്ങി കിടക്കണ്, ഇവിടേക്ക് മാത്രമല്ല ആൻറ്റി വരുന്നുള്ളൂ, അല്ലെങ്കിലും അമ്മ ഇവിടെ വന്നതിന് ശേഷം നീ ഇങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടുള്ളൂ, അതിന് മുന്നേ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു, നീ തിരിഞ്ഞു നോക്കിയിട്ട് പോലില്ല. അങ്ങനെ പറയല്ല ആൻറ്റി, ഞാൻ ബാംഗ്ലൂരല്ലായിരുന്നു, ഇപ്പോൾ എറണാകുളത്തേക്ക് വന്നപ്പോൾ സമയം കിട്ടി, അതുകൊണ്ട് നിങ്ങളെ സന്ദർശിക്കാനും പറ്റുന്നുണ്ടെന്നൊക്കെ പറയും. മുത്തശ്ശിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ വൈജയന്തിക്ക് എന്തോ ഒരു വല്ലായ്മ പറയാൻ, നീ ഇവിടം വരെ വന്നതല്ലേ, നീ തന്നെ പോയി കണ്ട് വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്ന പറയും. നിൻ്റെ കയ്യിലെന്താണെന്ന് ചോദിക്കും. മുത്തശ്ശിക്ക് ഇതൊരു ഗിഫ്റ്റാണെന്ന് പറയും. ഇതൊരു സമ്മാനമാണെന്ന് പറയും. ആർക്ക് എന്ന് ചോദിക്കും. മുത്തശ്ശിക്ക് എന്ന് പറയും. എന്ത്? ഒരു ഫോൺ എന്ന് പറയും. അത് ശരി, അമ്മയ്ക്ക് ഇനി ഫോണിൻ്റെ ആവശ്യം എന്താടാ, അമ്മയ്ക്ക് ആരെ വിളിക്കാൻ? മുത്തശ്ശിക്ക് എന്നെ വിളിക്കാമല്ലോ, ഞാൻ എപ്പോൾ വിളിക്കുമ്പോഴും മുത്തശ്ശി നിങ്ങളെ ഫോണിലേക്ക് വിളിച്ചാലേ മുത്തശ്ശിയുടെ വിവരം അറിയുള്ളൂ, ഇനിയിപ്പോൾ ഈ ഫോൺ ഉണ്ടായ മുത്തശ്ശിക്ക് എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാമല്ലോ, എനിക്കും മുത്തശ്ശി ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായി. അപ്പോൾ ചെയ്യുന്ന പറയും, എന്നാൽ ശരി, നീ അത് കൊണ്ട് ഞാൻ പോണെങ്കിൽ നിന്നെപ്പോലെ വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ പറ്റില്ല, പുറത്തിറങ്ങി തന്നെ ജോലി ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം മനു നേരെ അകത്തേക്ക് ചെന്ന് മുത്തശ്ശിയുടെ വാതിലിൻ്റെ ഡോറിങ്ങനെ മുട്ടും. അപ്പോൾ തുറക്കണ ലീനിയന് മനുവായിട്ട് നിന്നാന്ന് പറയും. അങ്ങനെ മുത്തശ്ശിയുടെ എത്തിക്ക് വരും. മോനെ എന്താണ്, സുഖമാണെന്നൊക്കെ ചോദിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മുത്തശ്ശി വല്ലാത്ത ആവശ്യത, ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കും. അപ്പം മുത്തശ്ശി, നീ ഒന്നും അറിഞ്ഞില്ലേന്ന് ചോദിക്കും. ഇല്ല, എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല. കടപ്പാട്ടൂർ ആരും ഒന്നും പറഞ്ഞില്ലേ? ഇല്ലെന്ന്, എന്താ പറ്റിയെന്ന് പറയുന്നു പറയും.
എന്നിട്ട് പിന്നെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പറയണ്. വന്ന സമയത്ത് അലീനനെ കൊണ്ട് തൊടിയിക്കാഞ്ഞതും ഒറ്റയ്ക്ക് പൊക്കി വലിച്ച് വീൽ ചെയറിലിരുത്തി മുത്തശ്ശി വീണതുമായ കാര്യങ്ങളൊക്കെ അങ്ങനെ പറയണു. അപ്പം മനു ഇങ്ങനെ ഞെട്ടിയിരിക്കണു. അത് ശരി, വെറുതെ അല്ല അപ്പച്ചീനോട് ചോദിച്ചപ്പോൾ ഇവിടെ വന്ന് അന്വേഷിക്കാൻ പറഞ്ഞതല്ലേ, ആൾക്കൊരു കുറ്റബോധം ഉണ്ട് എന്ന് പറയും. അതൊന്നും സാരില്ലടാ, ഞാൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ഓടി നടക്കും, നീ നോക്കിക്കോന്ന് പറയും. ആ അപ്പോൾ ഒരു കാര്യമുണ്ട്, അങ്ങനെ മുത്തശ്ശി എഴുന്നേറ്റ് നടക്കുമ്പോൾ ഇവിടെ വേറൊരാളെ പണി പോകുമെന്ന് പറയും. അതാരുടെ? അപ്പം പറയും അലീനരേന്ന് പറയും. അതെന്തിനാന്ന് ചോദിക്കും. മുത്തശ്ശിനെ നോക്കാനല്ലേ അലീന ഇവിടെ നിൽക്കുന്നത്. മുത്തശ്ശിയുടെ രോഗം മാറിയ പിന്നെ വീട്ടു ജോലിക്ക് മാത്രമായിട്ട് അലീനനെ ഇവിടെ നിർത്തുന്നത് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ അപ്പച്ചിയുടെ കണ്ണിലെ കരടാണ് അലീന എന്ന് പറയും. അതുകൊണ്ട് തന്നെ അലീന എത്രയും പെട്ടെന്ന് ഒരു പാർട്ട് ടൈം ആയിട്ട് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. എന്തായാലും ജെ.ഡി പഠിച്ചതല്ലേ, അങ്ങനെ പെട്ടെന്ന് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. പഠിച്ച് പറയും, അതെ എനിക്ക് പഠിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഞാനും രേവതിക്കുട്ടി നിർത്തിയത്. ഞങ്ങൾ പൈസ ഇല്ലാഞ്ഞിട്ടാണെന്ന് അറിയാം. അതൊക്കെ ഞാൻ സഹായിക്കാം. ഒരു കാര്യം ചെയ്യുക, എങ്ങനെയെങ്കിലും പഠിച്ചൊരു കര പറ്റണം. ഇന്നത്തെ കാലത്ത് സ്വന്തമായിട്ട് ജീവിക്കാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം വേണം. ഞാൻ നിന്നാൽ ശരിയാവില്ല എന്ന് പറയും. അത് ശരിയെന്ന് മനു പറഞ്ഞതൊക്കെ ശരിയെന്ന് മുത്തശ്ശിക്കും തോന്നുന്നുണ്ട്. അങ്ങനെ അലീന ഭയങ്കര സന്തോഷത്തോടെ മനുവിനെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. എന്തായാലും വൈകുന്നേരത്തെ പ്രമോ കൂടി കാണിച്ചിട്ടുണ്ട്. അലീനനോട് നമ്മുടെ മനു ഇഷ്ടം പറയുന്നു. ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് അലീനനോട് ഇഷ്ടം തോന്നിയിരുന്നു എന്ന് പറയും. ഒരിഷ്ടം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ അലീനയ്ക്ക് അത് ഭയങ്കര സന്തോഷമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ അലീന ഒന്നും പറയില്ല. കാരണം അർഹിക്കുന്നതല്ലല്ലോ എന്നുള്ളൊരു തോന്നൽ അലീനയ്ക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്കിഷ്ടമുള്ള ആൾക്കാരൊക്കെ മനുവേട്ടനും ഇഷ്ടമാണല്ലോ എന്ന് പറയും. നമ്മളുടെ ഇഷ്ടം നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു സ്നേഹം മനസ്സിലുള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നണേന്ന് പറയും. പിന്നീട് അലീന മനുവിന് ചായ കൊടുക്കുന്ന സമയത്ത് രോഹിത് നമ്മുടെ മനുവിനെ മൈൻഡ് ചെയ്യാണ്ട് പോകും. അപ്പം രോഹിത്തെ എന്ന് വിളിക്കും. ഞാൻ നിന്നെ ഒന്ന് കാണാൻ നിൽക്കുകയായിരുന്നു എന്ന് പറയും. അപ്പോൾ രോഹിത് ഇങ്ങനെ നോക്കും. അങ്ങനെ എന്തൊക്കെയോ രണ്ടുപേരും കൂടെ സംസാരിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.